ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഗോതമ്പ് മാവും ശർക്കരയും വെച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. ഓവനോ ബീറ്ററോ ഒന്നും ഉപയോഗിക്കാതെയാണ് ഞാൻ ഈ കേക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. കേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1/4 കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട്. നന്നായിട്ട് പൊടിച്ച ശർക്കരയാണ് 1/4 കപ്പ് എടുത്തത്. അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിക്കാം. സാധാരണ വെള്ളം മതി, ചൂടുവെള്ളമൊന്നും വേണ്ട. സാധാരണ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിലേക്കുള്ള മാവ് ഒന്ന് അരിച്ചെടുക്കാം. അതിനായിട്ട് ഒരു അരിപ്പയിലേക്ക് 1/4 കപ്പ് ഗോതമ്പ് മാവ് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു നുള്ളു ഉപ്പ്, ഇത്രയും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അരിച്ചെടുക്കാം. ഈ മാവ് ഒരു 2-3 പ്രാവശ്യമെങ്കിലും നന്നായിട്ട് അരിച്ചെടുക്കണം. മാവ് ഇപ്പോൾ അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ ശർക്കര നന്നായിട്ട് അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിച്ചിട്ട് ഒരു ബൗളിലേക്ക് ഒഴിക്കാം. ഈ ശർക്കര പാനിയിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ അരിച്ച് വെച്ച മാവ് ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാം. മാവ് കുറേശ്ശിട്ട് ഇട്ട് കൊടുക്കണം, ഒരുമിച്ചിടരുത്. ഒരു 2-3 പ്രാവശ്യമായിട്ട് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മാവ് മുഴുവൻ ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് പാലാണ്. 1/2 കപ്പ് പാൽ വേണ്ട, 1/2 കപ്പിലും കുറച്ച് കുറവ് മതി. ഒരു 1/3 കപ്പിൽ പാലെടുത്തിട്ട് കുറേശ്ശിട്ട് ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ കയ്യിൽ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും ഇല്ലെങ്കിൽ ഞാൻ ഇതുപോലെ ചെയ്താൽ മതി. ഒരു സ്പൂണിൽ 1 ടീസ്പൂൺ സോഡാപ്പൊടി എടുത്തിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ വിനാഗിരി ഒഴിച്ച് മിക്സ് ചെയ്ത് ഇതിലേക്ക് ഒഴിച്ചാൽ മതി. ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഒന്നും ഇല്ലെങ്കിൽ കേക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ഒഴിക്കുന്നുണ്ട്, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. അതൊന്ന് ഒഴിച്ചിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 5 ഇഞ്ചിൻ്റെ ഒരു പാത്രമാണ്. അതിലേക്ക് ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. ഇതുപോലത്തെ പാത്രം ഇല്ലെങ്കിൽ കട്ടിയുള്ളൊരു സ്റ്റീൽ പാത്രം എടുത്താലും മതി. അതിലേക്ക് കുറച്ച് ഓയിൽ പുരട്ടിയിട്ട് ഒരു നോട്ട് ബുക്കിൻ്റെ വെള്ള പേപ്പർ ഉണ്ടെങ്കിൽ അത് വെച്ച് എടുത്താലും മതി. പാത്രത്തിലേക്ക് മാവ് ഒഴിച്ചിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അതിന് മുകളിലായിട്ട് ഞാൻ കുറച്ച് നട്ട്സ് ഇടുന്നുണ്ട്. നട്ട്സോ ചെറിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം. ഇനി ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാനിത് ഉണ്ടാക്കുന്നത് സ്റ്റൗവിലാണ്. സ്റ്റൗവിലൊരു പാത്രം വെച്ച് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് വെച്ചിട്ട് 40 മിനിറ്റ് ബേക്ക് ചെയ്തിട്ടുണ്ട്. 40 മിനിറ്റ് ആയപ്പോൾ നന്നായിട്ട് ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഒന്ന് തണുത്ത ശേഷം പാത്രത്തിൽ നിന്നും മാറ്റാം. ബട്ടർ പേപ്പർ മാറ്റാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് മുറിച്ച് നോക്കാം. നല്ല പഞ്ഞി പോലുള്ള കേക്കാണ്. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. പഞ്ചസാരയോ മുട്ടയോ ഒന്നും ചേർക്കാതെയാണ് ഞാൻ ഈ കേക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. Thanks for watching.